ഈ വാർഷിക പൊതുയോഗത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന പന്നിവിഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സി സുരേഷ് ബാബു, ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സഹകാരികളെ, ഏവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പന്നിവിഴ ബാങ്കിനെ പറ്റി ചില ആശയങ്ങൾ നടത്തുന്നതിന് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പഴയകാല ചരിത്രം നമ്മൾ ഓരോരുത്തരും ഓരോ വർഷവും വാർഷിക പൊതുയോഗത്തിൽ ഓർക്കുന്നത് വളരെ നല്ലതാണ്. 1935 ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന പേരിൽ കൈതവേലിൽ നാരായണൻ അവർകൾ, കോട്ടപ്പുറത്ത് രാമകൃഷ്ണൻ അവർകൾ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോട് ആരംഭിച്ച പരസ്പര സഹകരണ സംഘമാണ് അന്ന് ഇതിൻ്റെ തുടക്കം. അന്ന് ആ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന മേഖല എന്നുള്ളത് തോട്ടണ്ടി സംഭരണം, റേഷൻ തുണി വിൽപ്പന, 6 റേഷൻ കടകൾ നടത്തിപ്പ് എന്നിവയൊക്കെയായി. ഇതായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ. 1969 കേരള സംസ്ഥാന ഗവൺമെന്റ് സഹകരണ നിയമം പാസാക്കി. തുടർന്ന് ഈ പരസ്പര സംഘത്തെ കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ ഈ പ്രദേശത്ത് സഹകരണ സംഘമായി പ്രവർത്തനം ആരംഭിച്ചു. 1987-88 കാലഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനം കാർഷിക ലോൺ, ചിട്ടി തുടങ്ങിയ പ്രവർത്തന മേഖലകളിലേക്ക് അത് കടന്നു. അന്ന് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ SKG ധരൻ സാറും അന്ന് സെക്രട്ടറി ശ്രീ മോഹനചന്ദ്ര കുറുപ്പും അവരുമാണ്. അവരായിരുന്നു അന്ന് ബാങ്കിന്റെ മുഖ്യ ചുമതലകൾ വഹിച്ചിരുന്നത്. 1991 മുതൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഈ ബാങ്കിന്റെ ഭരണ ചുമതല ഭരണസമിതികൾ ഏറ്റെടുക്കുവാൻ തുടങ്ങി. ഇന്ന് ഈ ബാങ്ക് 8000-ഓളം അംഗങ്ങളുള്ള സഹകാരികളുള്ള പ്രമുഖ ബാങ്കായി പത്തനംതിട്ടയിൽ നിൽക്കുകയാണ്. ഇന്ന് ഈ പൊതുയോഗത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനു കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച സർവീസ് സഹകരണ ബാങ്കായി പന്നിവിഴ സഹകരണ ബാങ്കിനെ കേരള ബാങ്ക് തെരഞ്ഞെടുക്കുകയും കേരള ബാങ്ക് ഏർപ്പെടുത്തിയ 50,001 രൂപയും പ്രശസ്തി പത്രവും നേടി നമ്മുടെ ബാങ്ക് ഈ ജില്ലയിലെ 1ാമത്തെ ബാങ്കായി മാറിയിരിക്കുന്ന ഈ വേളയിലാണ് നമ്മുടെ വാർഷിക പൊതുയോഗം ഇവിടെ നടക്കുന്നത്.